ഹലോ ഗായ്സ്, നമ്മൾ പൊട്ടറ്റോ പറിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ട പൊട്ടറ്റോ ഒക്കെ നമുക്കൊന്ന് പറിച്ചു നോക്കാം. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പൊട്ടറ്റോയുടെ കളർ കണ്ടിട്ട് നമ്മുടെ വെള്ള കളറല്ല, ഒരു പിങ്ക് വെറൈറ്റിയാണ്. നമ്മൾ പിങ്ക് പൊട്ടറ്റോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നട്ടത്. ഒരു പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നട്ട കിഴങ്ങാണ് ഇത്. ചെറുതാണെങ്കിലും കുറേ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ തീരെ പൊടി കിഴങ്ങുകളുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കത് അങ്ങോട്ട് തന്നെ നട്ടു വെക്കാം, അടുത്ത പ്രാവശ്യത്തേനെ ആയിക്കോളൂ. അതിൻ്റെ ആ തണ്ടും എല്ലാം കൂടെ അങ്ങോട്ട് മണ്ണിൽ തന്നെ താത്തി വെച്ചേക്കാം. അപ്പോൾ അത് അഴുകി അതിന് തന്നെ ഒരു വളമായിക്കോളൂല്ലോ, പുറത്ത് വേസ്റ്റ് ആകത്തുമില്ല. പിന്നെ ധാരാളം ഉണ്ട് കേട്ടോ, പൊട്ടറ്റോ ഉണ്ട്. ചേട്ടൻ 2-3 ചുവടുകളും കൂടെ പറിച്ചു. അങ്ങനെ എല്ലാം കൂടെ ഇത് ഇത്രയുണ്ട്. ഞാൻ അതെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുത്ത് കാണിച്ചു തരാം. നല്ല പിങ്ക് കളറുള്ള പൊട്ടറ്റോ ആണ്, നല്ല രസമാണ് കാണാനും. ഞങ്ങളതിൻ്റെ കുഞ്ഞ് ബേബി പൊട്ടറ്റോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിന്ന് എയർ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും എയർ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ബേബി പൊട്ടറ്റോസ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്തു വെക്കാണ്ട് ഫ്രണ്ട്സിനും കൂടെ കൊടുക്കണം. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നല്ലതല്ലേ. അപ്പം അങ്ങനെയെല്ലാം ഞാൻ കഴുകി എടുത്ത് വെക്കുകയാണ്. ഒരു പാത്രം നിറച്ചും ഉണ്ട്. 2 ചുവടും കൂടെ ഉണ്ട് ഇനിയും പറിക്കാൻ. അത് ഇനി എന്തോരം വളരുമെന്നൊക്കെ അറിയാൻ വേണ്ടി നിർത്തിയേക്കാണേ. പിന്നെ ഞാനിതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടായി പിന്നെയും ഗാർഡനിൽ അതും ഇതുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നനയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങൾ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും മിൻറ്റും പിന്നെ കുറച്ച് ബീൻസൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് 1-2 ചുവട് ക്യാബേജ് ഉണ്ട്. ചേട്ടായി നനച്ചുകൊണ്ടിരിക്കുകയാണേ. ബൈ.